ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുടി ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു വൈക്ലോപ്പി ഉണ്ട്, അല്ലാത്തൊക്കെ പെർഫെക്റ്റ്. ഓക്കെ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസങ്ങളല്ല മാസങ്ങളായി, വർഷങ്ങളായി, എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു ഏതാ വർഷം എന്നൊന്നും ഓർമ്മയില്ല. ഈ വെസ്പ ട്രെൻഡിൽ പോയ ടൈം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്ക് 18 വയസ്സായിട്ടുണ്ടാവുമെന്നറിയില്ല. അന്നുള്ളൊരാഗ്രഹം ഇനി വെസ്പ എടുക്കാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഫൈനലി ഞാൻ ആ സംഭവങ്ങളൊക്കെ പോയി നോക്കാൻ പോവുകയാണ്. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ബിക്കോസ് പോയി നോക്കണുള്ളൂ, എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. മേ ബി എടുക്കുമായിരിക്കും. എന്തായാലും ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ, വേറെ വിഷയം. സോ ഗൈസ്, നമുക്ക് എന്താക്കാം, അത് പോയി നോക്കി വെക്കാം. ബാക്കി താഴത്ത് കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതൊക്കെ പോയേക്കാം. സോ എന്തൊക്കെ സംഭവങ്ങളെന്ന് ഏത് വീഡിയോ കണ്ടു നോക്കിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇമോഷണൽ ഡേ ആണ്, വേറെ ഒന്നുമല്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും നടക്കൂലെന്ന് വിചാരിച്ച് ഞാൻ സ്വപ്നം കൂടി കണ്ടിട്ടുണ്ടായില്ല ഈ ഒരു ടൈമിൽ ഈ ഒരു സംഭവം നടക്കും എന്നുള്ളത് കേട്ടോ. അങ്ങനെയാണ് സത്യത്തിൽ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണത്. നമ്മളെ കൂടുതൽ ആശയുണ്ട്, ഡിസൂസിയുണ്ട്. നമ്മൾ ഷോറൂമിൽ കയറിങ്ങാണ്ട് നോക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഡബിൾ മൈൻഡ് വന്ന്, വേറെ ഒന്നുമല്ല, നമുക്ക് എന്തായാലും RX 100 ഇഷ്ടമാണ്, എന്തായാലും വെസ്പ എടുക്കും. ബട്ട് അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം, RX ഒന്ന് കണ്ടുവരാലോ എന്നുള്ള മൈൻഡിൽ നമ്മളവിടുന്ന് പോന്നിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ കൊണ്ടോട്ട് ഈ ഷോറൂമിൽ പോയി അത് കണ്ടുങ്ങാണ്ട് നേരെ തിരിച്ചു പോയിട്ടുണ്ട്. അത് പറഞ്ഞില്ലേ, വെറുതെ പോക്കേന്. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ നേരെ എഗെയിൻ കാലിക്കറ്റിലുള്ള വെസ്പൻ്റെ ഷോറൂമുക്ക് പോന്നിട്ടുണ്ടായി കേട്ടോ. അത് വേറെ ഒന്നുമല്ല, കാരണം നമ്മളന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായി, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോയതേനി. അപ്പോൾ നമ്മൾ പോയ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂം ഉണ്ട്. ഇതിൻ്റെ ഒപ്പമുള്ള 2-3 ആൾക്കാരും കാർ ഭ്രാന്തന്മാരായതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നേരെ പോലെ അയിമ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കേന്. അത് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ ഷോറൂമിൽ തന്നെ പോന്നിട്ടുണ്ടായി കേട്ടോ. അവിടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. എന്നിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ, ബിക്കോസ് ഉണ്ടാവും, കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു മുതലാണ്. ആൻഡ് ഇതിൻ്റെ ഒക്കെ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മിസ്റ്റർ ഹസ്ബൻഡ്. ബിക്കോസ് മൂപ്പരല്ലായിരുന്നു എങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പർ സപ്പോർട്ടിന് ഇല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് കേൾക്കുമ്പോൾ മിസ്റ്റർ ഹസ്ബൻഡ് കുറച്ച് അങ്ങോട്ട് പൊങ്ങി നകളിപ്പൊക്കെ കാട്ടി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളാണ് എൻ്റെ ബാക്ക് ബോൺ. ഓക്കെ. അങ്ങനെ പോരുന്ന വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാട്ടെ പോന്നിട്ടുണ്ടായിന്. ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെസ്പ ഹണ്ടിങ്ങിൻ്റെ ഫൈനലോ അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേയോ എന്തു വേണമെങ്കിലും പറയാം. ബിക്കോസ് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വർത്താനം പറയുന്നതാണ് ഇങ്ങനെ. അതായത് ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്ലാനിങ്ങും കഴിഞ്ഞ് ഇന്നിപ്പോൾ ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നാളെ എന്തായാലും നമ്മൾ വണ്ടി എടുക്കുന്നതാവും. സോ കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ്. ഇന്ന് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ രാവിലെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വൈകുന്നേരം എടുക്കാൻ. ബട്ട് നമുക്ക് രാവിലെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, വൈകുന്നേരം കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. നമുക്കതൊന്നും നടന്നിട്ടില്ല. സോ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ എടുക്കാം. സോ നമ്മൾ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് എന്താ, നാളത്തെ വീഡിയോയിലും കൂടി ഇറക്കലും കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേനോ, നമ്മൾ ഫണ്ട് കൊടുക്കാൻ കുറച്ച് ലേറ്റായി. അതായത് നമ്മൾ മോർണിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് ആയപ്പോൾ വണ്ടി എടുക്കാമായിരുന്നു. ബട്ട് നമ്മളെന്താ വിചാരിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആയിട്ട് കൊടുത്താൽ നമുക്ക് അപ്പം തന്നെ റെഡി ക്യാഷ് ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൽ നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് പോകാൻ കഴിഞ്ഞത്. അത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ നമ്മൾ നേരെ ഷോറൂമിലേക്ക് വിട്ട് അവിടെ പോയിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അപ്പോൾ പറഞ്ഞ് കുറച്ച് പേപ്പേഴ്സും ഇൻഷുറൻസിൻ്റെയും എന്തൊക്കെ ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ് അതിൻ്റെ കുറച്ച് റെഡിയാക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ കുറച്ച് അധികം സംഭവങ്ങൾ റെഡിയാക്കാണ്ട് എന്നിട്ടേ നമുക്ക് നാളെ എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞ്. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ പോയി നേരെ തിരിച്ച് ബീച്ചിലും കൂടെ പോയിട്ടാണ് തിരിച്ച് പോരേ പോന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇന്നാണ് ഫൈനൽ ദിവസം, അതായത് നമ്മളെ വണ്ടി നമ്മൾ എടുക്കാൻ പോണ ദിവസമാണ്. ഇന്ന് നമ്മളെ കൂടുതൽ ഡിസൂസി ഉണ്ട്, അതേപോലെ തന്നെ ആശയുണ്ട്, പിന്നെ കൊച്ചും കൂടെ പോന്നിട്ടുണ്ടായിട്ടാ. കുറച്ചും കൂടി എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എക്സൈറ്റഡ് ആണ്, കുറച്ചും കൂടി ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. ബിക്കോസ് ഇന്നാണ് നമ്മൾ ആഗ്രഹിച്ച അത്രയും കൊല്ലം മനസ്സിൽ ഇങ്ങനെ വെച്ച് 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 നടന്ന ആ സംഭവം എടുക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് എനിക്ക് ഇത്രേ പറയുള്ളൂ, നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ അത്രയും ആഗ്രഹിച്ച് അത്രയും നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കണ്ട. അതിന് റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ പഠിച്ചോ നിങ്ങളടുത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൂടെ നിങ്ങൾക്ക് അത് കൊടുന്നു തരും. അതിൽ മെയിൻ എക്സാമ്പിളാണ് എൻ്റെ ഈ ഒരു വണ്ടി എടുക്കൽ. ബിക്കോസ് ഇവിടേക്ക് വൃത്തിയില്ലോടത്തൊക്കെ ചത്ത അവിടത്തെ അവസ്ഥ, അവിടത്തെ അവസ്ഥ ഇവിടെ വെക്കണല്ലേ വൃത്തി. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സ്റ്റാർട്ട് ചെയ്യുമോ? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റേതാ, ഞാൻ വ്ളോഗാണ്. മെയിനായിട്ട് പെട്രോൾ നമുക്ക് ബാറ്ററി ഇറങ്ങി പോയി നമുക്ക് ഇട്ടോ വീട്ടിൽ ഉമ്മച്ചിനും തല അണിച്ചിട്ട് അങ്ങനെ നമ്മൾ പോരാൻ നേരത്തെ ഒരു ടിസ്റ്റ് സംഭവിച്ചത്. നല്ല മഴയാണ്, നമ്മളെടുത്താന്ന് വെച്ചാൽ റെയിൻകോട്ടില്ല. സോ നമ്മൾ നേരെ കാറിൽ കയറിയിട്ട് നല്ല റെയിൻകോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് വൈ നമ്മൾ അതിനിടയ്ക്ക് ഒരു സ്വീറ്റ്സ് വാങ്ങാന്നുള്ള പ്ലാനിലൊക്കെ ഉണ്ടായിന്. ബട്ട് അവിടുന്ന് ആ പോണ വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് ചെയ്യനി. എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പം അടുത്തൊന്നും എത്തൂല എന്നുള്ള തോന്നലുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീട്ടുകാർക്ക് സർപ്രൈസ് ആണ്. സോ ഓൾക്ക് കാണിക്കാനും കൂടെ പോകണം എന്നുള്ള മൈൻഡില്ല. അതുകൊണ്ട് നമ്മൾ വേഗം പോയി നേരെ റെയിൻകോട്ട് വാങ്ങി നേരെ പോരും. അങ്ങനെയാണ് ചെയ്തത്. വണ്ടിയിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ വിചാരിച്ച് പോണ വഴിക്ക് എണ്ണ അടിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഒരു പമ്പിൽ കയറ്റിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മളെ വണ്ടിയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം തന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ വണ്ടിയായിട്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിട്ട് ഇനിയിപ്പോൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ബിക്കോസ് ഓൾക്കൊക്കെ സർപ്രൈസ് ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. സോ ഗൈസ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലും കിട്ടിയിരിക്കും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള വേറെ വീഡിയോ പിന്നെ ബൈ ബൈ.